നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തിനാ നീ ആ താക്കോലിങ്ങതാ? നീ ഫിറ്റാ, അതുകൊണ്ടാ കൂട്ടാൻ കിട്ടാത്ത. നീയാ ഫിറ്റ്. ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ പൂട്ടാ. എനിക്ക് പറ്റുന്നേ. കഷ്ടം. അതെ, ഇനി നമുക്ക് ഈ ഓഫീസിൽ വെച്ചുള്ള മദ്യപാനൊന്നും വേണ്ട. എടാ, നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ വേറെ. എന്താ ഇന്ദിരാ, പ്രതിമ സത്തിനൊക്കെ പറയുന്നതായിട്ട് പേടിച്ചു പോയോ? ഞാനോ? എടാ, നമ്മളിപ്പോ ഇവിടെ വന്നിരുന്ന് കഴിച്ചു തന്നെ ആരെയും പേടിയില്ലെന്ന് കാണിക്കാനാ. അവര് പറഞ്ഞ ഉടനെ പഞ്ചപുച്ച അടക്കി നിർത്തിയാലേ ഈ പറഞ്ഞല്ല അവരും ചിന്തിക്കും. ഇത് നാളെ പ്രതിഭ വരുമ്പോ ഒന്ന് കാണണം. എടാ, ഇപ്പോഴാടാ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നേ. ആണായ ഇങ്ങനെ വേണം, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഉടനെ പൊത്തിക്കയറി ഒളിക്കല്ല വേണ്ടേ. അത് രവിക്ക് ഈ ഇന്ദ്രനെ ശരിക്കും അറിയാൻ പാടില്ല. എന്നിട്ട് ആരുടെയും വാക്കിനനുസരിച്ച് മാറുന്നവനല്ല ഈ ഇന്ദ്രൻ. പിന്നെ ഞാൻ ആർക്കെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മയ്ക്ക് മാത്രം. ഇന്ദ്ര, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ മറ്റനില്ലേ സത്യൻ, അവൻ പ്രശ്നം ഉണ്ടാക്കൂ. അങ്ങനെ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ വരട്ടെ. എടാ രവി, ഞാനാ അവന്റെ ചേട്ടൻ. അവൻ എന്നെ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതേ ഞാൻ ഒറ്റയ്ക്കാ. അത് നശിപ്പിക്കാൻ തോന്നിയാ ഞാനങ്ങ് നശിപ്പിക്കും. എന്റെ ഇന്ദ്ര, നിന്നെ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നടാ. നീയാടാ ആൺകുട്ടി. നീ എന്തായാലും നല്ല ഫിറ്റാ. നീ കാറി പോകണ്ട, ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയാൽ മതി. എന്നാ നീ വിട്ടോ. എടാ, ഫ്രൂട്ട്സൊക്കെ പോണേ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഡേഞ്ചറസ്. ഓക്കേ ഓക്കേ. അതുകൊണ്ടാ പറഞ്ഞ ഓട്ടോ പിടിച്ചാ പോവും കേട്ടോ. കാർ ഓടിച്ചു കളയരുത്. ഓക്കേ, ശരി, നാളെ കാണാം. ബൈ ഇന്ദ്ര, ബൈ ബൈ. അങ്ങനെ അവനെയും എന്റെ വഴിക്കാക്കി. ഇപ്പൊ മനസ്സിന് എന്തൊരാശ്വാസം. ബൈ. ഹലോ, ഓട്ടോ നിർത്തടാ. ഇത് വേണോ സാറ്? ഞാൻ ഫാമിലിയായിട്ട് പോകുന്നതാ. വണ്ടി ഓടിക്കുന്ന ലേഡീസിനെ വരെ പരിശോധിക്കാനാ ഓർഡർ. നിങ്ങൾക്ക് ഹെൽമെറ്റും ഇല്ലല്ലോ. ശരി, നടക്കട്ടെ. നിയമം പാലിക്കപ്പെടണമല്ലോ. അങ്ങോട്ട് ഒതുക്കി നിർത്ത. എന്താ കാര്യം? താൻ മദ്യപിച്ചിട്ടില്ലേ? ഇല്ല. നിങ്ങളോട് ആരാ പറഞ്ഞ ഞാൻ മദ്യപിച്ചു എന്ന്? എങ്കിലും താൻ ഊതിയിട്ട് പോണം. ഓ ഓ, മാസാവസാനം ഇപ്പൊ പിരിക്കാൻ ഇറങ്ങിയതാണല്ലേ? എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട. മര്യാദക്ക് ഊതറ. ഓ, താർന്ന് എന്നോട് ദേഷ്യപ്പെടുന്നത്? ആ, മര്യാദക്ക് സംസാരിച്ചാ മതി. അതെ, ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പിരിക്കുന്ന കാശ് കൊണ്ടാ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നേ. എന്തോ എന്താ പ്രശ്നം? ഇയാളോട് ഊതാൻ പറഞ്ഞിട്ട് ഊതുന്നില്ല. നല്ല ഫിറ്റാന്ന് തോന്നുന്നു. ശബരീട്ട, ഇന്ദ്രേട്ടനല്ലത്? അതെ, നല്ല വെള്ളമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ശരിയാ. എന്താടാ, എന്താ നിനക്ക് ഊതിയ? ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട സാറേ.
ഞങ്ങൾ കുറെ പോലീസുകാരൊക്കെ കണ്ടിട്ടുള്ളതാ. ഓഹോ, എങ്കിൽ നീ ലോക്ക് കൂടിന്ന് കാണു. വലിയ പിടിച്ച് വണ്ടി കയറ്റി ഇറങ്ങാനോ പറഞ്ഞെ? ഞാൻ കേറിക്കോളാം. അങ്ങോട്ട് വണ്ടി കേറാ. ആ. നമുക്ക് വീട്ടിൽ പോയി സത്യനെയും അനുചേച്ചിയും വിവരം അറിയിക്കാം. ഈ അവസ്ഥയിൽ ഇന്ദ്രേട്ടനെ സ്റ്റേഷനിൽ കിടത്തിയ അവർ തല്ലി ഒരു പരുവാക്കും. ശരിയാ, ഇന്ദ്രേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. വാ. ഏട്ടത്തി ഇതുവരെ കിടന്നില്ലേ? ഇന്ദ്രേട്ടൻ വന്നില്ലല്ലോ സത്യ. ഏട്ടനിപ്പോ ഈ രാത്രി സഞ്ചാരം ശീലമല്ലേ ഏട്ടത്തി? ഏട്ടത്തി പോയി കിടക്ക്. അതല്ല സത്യ, എനിക്കെന്തോ മനസ്സിനൊരു ടെൻഷൻ പോലെ. ഇന്ദ്രേട്ടൻ എന്തോ ഒരു ആപത്ത് സംഭവിച്ച പോലെ. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, അത് ശബരിയല്ലേ? ആ അതെല്ലോ. അവരെന്താ ഈ സമയത്ത്? എന്താ ശബരി, എന്തേലും പ്രശ്നമുണ്ടോ? നിങ്ങളെന്താ ഈ സമയത്ത്? അത് പിന്നെ ചേച്ചി, ഞങ്ങള് എന്താ ശബരി, കാര്യം പറ. ഞങ്ങളിന്ന് റോഡിൽ വെച്ച് അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നെന്ന്. ഏട്ടത്തി പേടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാം. അതെ സത്യ, വേഗം വാ. ശരി, ഞാനിപ്പോ വരാം. ഇന്ദ്രേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. ഈയിടെയായി സ്ഥിരവാ. എന്താ ഇന്ദ്രേട്ടന് പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ മാറാൻ മാത്രം എന്താ ഉണ്ടായേ? എനിക്കറിയില്ല ശബരി. ഇന്ദ്രേട്ടനിപ്പോ പഴയ ആളൊന്നും അല്ല, ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ഞാനാ ഇന്ദ്രേട്ടന്റെ ശത്രു. എല്ലാം ആ തള്ളയുടെ ഉപദേശമായിരിക്കും. ആരെയും പഴിക്കാൻ ഞാനില്ല. എല്ലാം എന്റെ വിധിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചേച്ചി വിഷമിക്കാതെ, ഇത് പേടിക്കാൻ മാത്രമൊന്നുമില്ല. പോകാം ശബരി. ആ ശരി, ദേ ഞങ്ങൾ പോയിട്ട് വരാം. നീ ചേച്ചിക്കൊപ്പം ഇവിടെ തന്നെ ഇരിക്കേ. ശരി ശബരിയേട്ടാ.